ഭഗവത്ഗീത അധ്യായം 3 5-ാമത്തെ ശ്ലോകം. കർമ്മം അഥവാ പ്രവൃത്തി ഉപേക്ഷിക്കുക തന്നെ സാധ്യമല്ലെന്ന് ഭഗവാൻ പ്രസ്താവിക്കുന്നു. ത്രികരണങ്ങൾ കൊണ്ടും കർമ്മസന്യാസം ചെയ്യുകയാണ് നൈഷ്കർമ്മ്യമെന്ന് പറഞ്ഞു. ഏവം വിധമായ നൈഷ്കർമ്മ്യത്തിൻ്റെ അനുഭവം വെറും കർമ്മത്തിൻ്റെ ഉപേക്ഷ കൊണ്ട് സിദ്ധിക്കാവുന്നതല്ല. മാത്രമോ ആർക്കും തന്നെ കർമ്മത്തെ ഉപേക്ഷിക്കാനും വയ്യ. എന്തുകൊണ്ടാണെന്നല്ലേ? പ്രകൃതിയുടെ ഗുണങ്ങൾക്ക്, സത്വരജസ് തമസ്സുകൾക്ക് അടിമപ്പെട്ടവരാണ് സകല ജീവരാശികളും. അത്തരം ഗുണങ്ങൾ ശരീരനിഷ്ഠങ്ങളുമാണ്. അവയുടെ വ്യാപാരമനുസരിച്ച് ശരീരം പ്രവർത്തിച്ചേ മതിയാവൂ. ശ്വാസോച്ഛ്വാസം, ജാഗ്രത, സ്വപ്ന, സുഷുപ്തികൾ, ഈ വക ശാരീരിക വ്യാപാരങ്ങളെല്ലാം മുൻപറഞ്ഞ ഗുണങ്ങളെ ആശ്രയിച്ച് നടക്കുന്നതാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഗുണപരിണാമമായ ശരീരം, സത്വരജസ് തമോ ഗുണാത്മകമായ ശരീരം ഇരിക്കുന്ന കാലത്തോളം ഒരുവനും കർമ്മം ചെയ്യാതിരിക്കാൻ സാധിക്കയില്ലെന്ന് കാണാം. അങ്ങനെ പ്രാകൃതിക ഗുണങ്ങൾക്ക് അധീനരായി പോയതുകൊണ്ട് എല്ലാ ജീവികളും എപ്പോഴും ഓരോ തരം കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും. ഒന്നും ചെയ്യാതിരിക്കാൻ ആർക്കും സാധ്യമല്ല. ബാഹ്യകർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നതുകൊണ്ട് പ്രയോജനമൊന്നുമില്ലെന്ന് ഭഗവാൻ സിദ്ധാന്തിക്കുകയാണ്. അർജുന, ജാഗ്രത്, സ്വപ്നാദി ശാരീരിക ചേഷ്ടകൾ അനിയന്ത്രിതങ്ങളെന്ന് വയ്ക്കാം. കൈകാൽ മുതലായ കർമ്മേന്ദ്രിയങ്ങളുണ്ടല്ലോ, അവയുടെ കർമ്മങ്ങളെ അടക്കി വയ്ക്കാൻ സാധിക്കയില്ലേ? എന്നാണെങ്കിൽ അങ്ങനെ കർമ്മേന്ദ്രിയങ്ങളെ അടക്കി നിർത്താൻ സാധാരണക്കാരനും സാധിക്കും. പക്ഷേ ആ നിലയിൽ മനസ്സുകൊണ്ട് വിഷയങ്ങളെ സ്മരിച്ചുകൊണ്ടിരുന്നാൽ യാതൊരു പ്രയോജനവുമില്ല. അത്തരക്കാരനെയാണ് സജ്ജനങ്ങൾ മിഥ്യാചാരിയെന്ന് പറയുന്നത്. അതായത് പുറമെ കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുകയും മനസ്സിൽ വിജയാഭിലാഷം ഉറഞ്ഞു നിൽക്കുകയും ചെയ്താൽ മോക്ഷം സിദ്ധിക്കുകയില്ലെന്ന് സാരം. ഇന്ദ്രിയങ്ങൾ പൊതുവിൽ രണ്ടു വിധം: കർമ്മേന്ദ്രിയങ്ങളെന്നും ജ്ഞാനേന്ദ്രിയങ്ങളെന്നും. വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം ഇവ കർമ്മേന്ദ്രിയങ്ങൾ. കണ്ണ്, നാക്ക്, മൂക്ക്, ചെവി, ത്വക്ക് ഇങ്ങനെ ജ്ഞാനേന്ദ്രിയങ്ങളും. മിഥ്യാചാരം. ഒരാൾ വാക്കെന്ന കർമ്മേന്ദ്രിയത്തെ അടക്കിയെന്നിരിക്കട്ടെ, അവൻ മനസ്സുകൊണ്ട് ആരെയെങ്കിലും ദുഷിക്കുമെങ്കിൽ അത് മിഥ്യാചാരമാണ്. ശരീരത്തെ മാത്രം അടക്കിയാൽ പോരാ, മനസ്സിനെയും അടക്കണം. രണ്ടും ശരിപ്പെട്ടാലേ ഉദ്ദേശ്യം സിദ്ധിക്കൂ. കർമ്മയോഗത്തിൻ്റെ യഥാർത്ഥമായ സ്വരൂപവും സ്വഭാവവും വിവരിച്ചു കൊടുക്കുന്നു. മനസ്സിനും ജ്ഞാനേന്ദ്രിയങ്ങൾക്കും തമ്മിൽ ദൃഢമായ ബന്ധമുണ്ട്. മനസ്സിൻ്റെ പിന്തുണ കൂടാതെ ഇന്ദ്രിയങ്ങൾ വ്യാപരിക്കുകയില്ല. സ്വയം വ്യാപക്ഷമങ്ങളല്ല ഇന്ദ്രിയങ്ങൾ. മനസ്സടങ്ങിയാൽ മതി, ഇന്ദ്രിയങ്ങൾ താനേ അടങ്ങിക്കൊള്ളും. അർജുന, അങ്ങനെ ജ്ഞാനേന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് കീഴടക്കണം. അപ്പോൾ വിഷയബന്ധം വിട്ട് മനസ്സ് ആത്മനിഷ്ഠമായി തീരും. പിന്നെ യാതൊരു വിധമായ കാമനയ്ക്കും അവിടെ അവകാശമില്ല. ആ സ്ഥിതിയിൽ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് ധർമാനുരൂപമായി നേരിടുന്ന കർമ്മങ്ങളെ ചെയ്തുകൊള്ളുക, അതാണ് ശരിയായ നിഷ്കാമ കർമ്മം. അത്തരം കർമ്മമാർഗത്തിൽ ഏർപ്പെടുന്നവൻ മുൻപ് പറഞ്ഞ മിഥ്യാചാരനേക്കാൾ ശ്രേഷ്ഠനുമാകുന്നു. അതുകൊണ്ട് ഞാൻ മേൽപ്പറഞ്ഞ വിധം നീ കർമ്മം ചെയ്യുകയാണ് വേണ്ടത്. കർമ്മം ചെയ്യാതിരിക്കാൻ ഒക്കുകയില്ലെന്ന് കണ്ടുവല്ലോ. അതെങ്ങനെ വേണമെന്നും പറഞ്ഞു തന്നു. കർമ്മമില്ലാതിരിക്കുന്നതിനേക്കാൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഉത്തമം. എന്തുകൊണ്ടാണെന്നോ? കർമ്മം കൂടാതെ ശരീരരക്ഷണം പോലും സാധ്യമല്ല. ഇവിടെ ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്ന കർമ്മം നിഷ്കാമ കർമ്മമാണ്. മനസ്സിനെ സ്വാധീനപ്പെടുത്താതെ കർമ്മേന്ദ്രിയങ്ങളടക്കി കർമ്മം ചെയ്യാതിരിക്കുന്നത് കൊണ്ട് പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ട് മനോനിഗ്രഹം ചെയ്ത് സർവദാ ഈശ്വരാർപ്പണ ബുദ്ധിയോടെ കർമ്മം ചെയ്യണം. മനസ്സിന് വിഷയങ്ങളോട് ഫലപ്രതീക്ഷാരൂപമായ ബന്ധമുണ്ടാകാനിടയില്ലാത്തതുമൂലം ഏതാദൃശ്യമായ കർമ്മം മേൽപ്പറഞ്ഞ കർമ്മത്തേക്കാൾ ശ്രേഷ്ഠം തന്നെ. ആത്മജ്ഞാനം നേടാതെ കർമ്മസന്യാസം ചെയ്യുന്നത് വിലക്ഷണ സന്യാസമാണ്. വിലക്ഷണ സന്യാസത്തിൽ നിന്ന് പ്രത്യുവായ ദോഷമുണ്ടാകും. അത് നരകാനുഭവത്തിനും ദുഷിച്ച ജന്മാനുഭവത്തിനും കാരണമായി തീരും.